friends, Andro Creations നമ്മുടെ മൊബൈലിന്റെ ബാറ്ററി ബാക്കപ്പ്, പെർഫോമൻസ്, സ്പീഡ് എന്നിവ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ചില പൊടിക്കൈകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ആപ്ലിക്കേഷനുകളൊന്നുമല്ല, ചെറിയ ചെറിയ ട്രിക്കുകളാണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതായത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ബാക്കപ്പും സ്പീഡും പെർഫോമൻസും ഒക്കെ കൂട്ടുവാൻ നമുക്ക് സാധിക്കില്ല. കമ്പനി എത്രയാണോ തന്നിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പെർഫോമൻസ് കമ്പനി ഒരു പെർഫോമൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ ബാറ്ററി ഇത്ര MAH തന്നിട്ടുണ്ട്, അതിപ്പോഴും നമുക്ക് കൂട്ടുവാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പെർഫോമൻസും സ്പീഡും ബാറ്ററി ബാക്കപ്പ് ഒക്കെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രോബ്ലംസുകൾക്ക് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഫോണിന്റെ ഫോൺ സ്റ്റോറേജ്, റാം, അതുപോലെ തന്നെ പ്രോസസ്സർ, ഈ 3 കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എത്രത്തോളം ലോഡ് ആകുന്നുവോ നമ്മുടെ ഫോണിന്റെ പ്രോബ്ലംസുകളും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരം ഈ 3 കാര്യങ്ങളുടെ ലോഡിംഗ് പരമാവധി മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. ഉദാഹരണമായി പറയാനായിട്ട് ഫോൺ മെമ്മറി, അഥവാ ഞാൻ ആദ്യം പറഞ്ഞ ഫോൺ മെമ്മറി, അതായത് ഇന്റേണൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ലോഡ് കൂടുമ്പോൾ ഏകദേശം 80%, 85% കൂടെയൊക്കെ കൂടുതലേക്ക് നമ്മുടെ ഇന്റേണൽ മെമ്മറിയുടെ ലോഡിംഗ് കപ്പാസിറ്റി കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് പ്രോബ്ലംസ് വന്നു തുടങ്ങും. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഫോണിൽ എന്ത് ചെയ്താലും അത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡേറ്റാസുകളും അതുപോലെ ക്യാച്ച് ഫയലും ഒക്കെ നമ്മുടെ ഇന്റേണൽ മെമ്മറിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്റേണൽ മെമ്മറി ഓൾമോസ്റ്റ് ഫുള്ളാണ് എങ്കിൽ അത് ഫ്ലോ ചെയ്യാനുള്ള ആ ഫ്ലോ കുറയുകയും, അത് ലോഡ് ചെയ്യാനുള്ള ആ ഫ്ലോ കുറയുകയും നമ്മുടെ ഫോണ് പ്രോബ്ലംസ് വരികയും ചെയ്യും. പെർഫോമൻസിനായിരുന്നാലും ശരി, സ്പീഡിലായിരുന്നാലും ശരി, ബാറ്ററി ബാക്കപ്പിലായിരുന്നാലും ശരി, നമുക്ക് ആ ഒരു പ്രോബ്ലംസ് വന്നു തുടങ്ങും. അപ്പോൾ അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങളുടെ ഫോണിന്റെ ഫോൺ സ്റ്റോറേജ്, അതായത് ഇന്റേണൽ സ്റ്റോറേജ് ചെക്ക് ചെയ്യുക. എത്രത്തോളം അതിന് ഫ്രീ സ്പേസ് കിട്ടുന്നു അത്രത്തോളം നിങ്ങൾ ഫ്രീ സ്പേസ് നേടിക്കൊടുക്കുക നിങ്ങളുടെ ഫോണിന്റെ ഫോൺ സ്റ്റോറേജിന്. അതിനായിട്ട് നിങ്ങൾക്ക് ഫയലുകൾ, അതായത് നിങ്ങളുടെ വീഡിയോസ്, ആഡിയോസ്, ഇമേജസുകളെല്ലാം നിങ്ങൾക്ക് SD കാർഡിലേക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രൗസർ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ മറ്റും ഉപയോഗിക്കുന്ന ബ്രൗസറിന്റെ ഡൗൺലോഡിംഗ് ഭാഗത്ത് നിങ്ങൾ SD കാർഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ SD കാർഡിലേക്ക് പൊയ്ക്കോളും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയോ ആവശ്യമുള്ളവ നിങ്ങൾ SD കാർഡിലേക്ക് മാറ്റുക, വേറെ ഏതെങ്കിലും സ്റ്റോറേജിലേക്ക് മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ സ്റ്റോറേജ് ഫ്രീ ആവുകയും ഫോൺ നല്ല പെർഫോമൻസും ബാക്കപ്പും നേടിത്തരികയും ചെയ്യും. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ റാം എന്ന് പറയുന്ന റാൻഡം ആക്സസ് മെമ്മറി, അതും ഒരു മെമ്മറി സ്പേസ് ആണ്. അതിൽ ലോഡ് കൂടുന്തോറും നമ്മുടെ ഫോണിന് പ്രോബ്ലംസുകൾ വരും. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ എന്തും നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചാലും അതെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഒരു മെമ്മറി സ്പേസിൽ വന്നിട്ടാണ്. അപ്പോൾ കുറഞ്ഞ മെമ്മറി സ്പേസ്, അത് 2GB റാം ആയിക്കോട്ടെ, 3GB റാം ആയിക്കോട്ടെ, 4GB റാം ആയിക്കോട്ടെ, എത്രയുള്ള റാം ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോണിന്റെ ഫ്രീ സ്പേസ്, റാമിന്റെ ഫ്രീ സ്പേസ് ഏറ്റവും കൂടുതൽ നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്റേണൽ മെമ്മറിയുടെ ഫ്രീ സ്പേസ് നമ്മൾ നേടിയെടുക്കുന്നത് പോലെ തന്നെ റാമിന്റെയും ഫ്രീ സ്പേസ് നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പല പ്രോബ്ലംസുകളും സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ പൂർണ്ണമായും ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷനുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഫോണിന് പ്രോബ്ലംസുകൾ ഉണ്ടാക്കും. അത് ലോഡ് കൂടുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി ബാക്കപ്പ്, പെർഫോമൻസ്, സ്പീഡ് ഇവയൊക്കെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചില ആപ്ലിക്കേഷനുകളുണ്ട്, ഗ്രീനിഫൈ തുടങ്ങിയ ചില ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷനുകൾ റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പ്രോസസ്സർ. ഓരോ ഫോണിനും ഓരോരോ പ്രോസസ്സർ ആയിരിക്കും. ചില ഫോണുകൾ ഹീലിയോ, മീഡിയാടെക്, അല്ലെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ തുടങ്ങിയ ഓരോ കമ്പനിക്കാരും അവരുടേതായ രീതിയിലായിരിക്കും പ്രോസസ്സറുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പ്രോസസ്സറിന്റെ സ്പീഡും അതുപോലെ തന്നെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ ഓരോ ഫോണിനും വരുന്ന പ്രോസസ്സിംഗ് സ്പീഡ്, അതായത് ചില ഫോണുകൾ 1.3, ചില ഫോണുകൾ 2, ചില ഫോണുകൾക്ക് 3. അപ്പോൾ മാക്സിമം എത്രത്തോളം കിട്ടുന്ന നല്ല സ്പീഡ് കിട്ടുന്ന പ്രോസസ്സർ ആയിരുന്നാലും ശരി, ആ പ്രോസസ്സറിന്റെ മാക്സിമം സ്പീഡിലേക്ക് നിങ്ങളുടെ ഫോൺ കൊണ്ട് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് പ്രോസസ്സിംഗ് സ്പീഡ് മാക്സിമം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് പ്രോബ്ലംസുകൾ വരും. അത് ഫോണിന് താങ്ങാനാവുന്നതിൽ അധികം ലോഡ് വരും. അത് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ്, സ്പീഡ്, ബാറ്ററി ബാക്കപ്പ് ഒക്കെ പ്രോബ്ലംസുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം സ്പീഡിലേക്ക് നിങ്ങളുടെ പ്രോസസ്സിംഗ് സ്പീഡ് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റേണൽ മെമ്മറിയും അതുപോലെ റാമും നിങ്ങൾ മാക്സിമം ഫ്രീ സ്പേസ് നേടുകയാണെങ്കിൽ ഏകദേശം പകുതിയോളം നമ്മുടെ പ്രോസസ്സറിന്റെ ലോഡ് കുറയ്ക്കാൻ സാധിക്കും. അത് കൂടാഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഫോണിന്റെ വൈഫൈ കണക്ടിവിറ്റി ആയ വൈഫൈ, ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത് തുടങ്ങിയ കുറെ കണക്ടിവിറ്റികളുണ്ട്. ആ കണക്ടിവിറ്റികൾ നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ നിങ്ങൾ ഓൺ ചെയ്തിടാവൂ.
അല്ലാത്ത സമയത്ത് നിങ്ങൾ ഓൺ ചെയ്തിടുന്നത് നമ്മുടെ പ്രോസസ്സർ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് അത് എവിടെയുണ്ട്, ആ വൈഫൈ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് കിട്ടുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സറിൻ്റെ ലോഡ് കൂട്ടുകയും അത് നമ്മുടെ ഫോണിൻ്റെ പ്രോബ്ലംസ് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ഒരിക്കലും നിങ്ങൾ ഓൺ ചെയ്തരുത്. അത്യാവശ്യത്തിന് ഓൺ ചെയ്തു, അല്ലാതെ നിങ്ങൾ ഓൺ ചെയ്തിടരുത്. കാരണം ലൊക്കേഷനാണ് നമ്മുടെ ഫോണിൻ്റെ പ്രോബ്ലംസുകൾ പലതും വരുന്ന പ്രധാന കാരണം. കാരണം ലോഡ് നമ്മുടെ പ്രോസസ്സറിൻ്റെ ലോഡ് കൂടുതലാണ്. അത് സെർച്ച് ചെയ്തുകൊണ്ട് ലോഡ് വളരെ കൂട്ടുകയും നമ്മുടെ ഫോണിൻ്റെ പ്രോബ്ലംസുകൾ വരികയും ചെയ്യും. ഫോണിൻ്റെ കണക്ടിവിറ്റി ചെക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷനുകൾ ചെക്ക് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോസസ്സറിന് ഉണ്ടാകുന്ന ലോഡ് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈ എൻഡ് ഗെയിംസുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഗെയിമുകളും മറ്റുമൊക്കെ നിങ്ങളുടെ ഫോണിന് സപ്പോർട്ടാണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ അനുസരിച്ചുള്ള പ്രോസസ്സിംഗ് സ്പീഡ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നല്ല ഹൈ എൻഡഡ് ആയിട്ടുള്ള ഗെയിംസുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷനുകൾ അതായത് റാം കൂടുതൽ എടുക്കുന്ന ആപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ ലോഡ്, അതായത് പ്രോസസ്സിംഗ് ലോഡ് കൂടുതൽ എടുക്കുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആപ്ലിക്കേഷൻ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ നല്ലതുപോലെ പ്രോസസ്സിംഗ് ലോഡ് എടുക്കുന്ന ആപ്ലിക്കേഷനുകളാണ്. ഇത്തരം ആപ്ലിക്കേഷനുകളുടെ ലൈറ്റ് വേർഷനുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യേണ്ടതേ ഉള്ളൂ. കാരണം മിക്ക ആപ്ലിക്കേഷനുകളും പോപ്പുലറായിട്ടുള്ള മിക്ക ആപ്ലിക്കേഷൻസുകൾക്കും ലൈറ്റ് വേർഷനുകളുണ്ട്. അത്തരം ലൈറ്റ് വേർഷനുകൾക്ക് റാമിന്റെ ലോഡ് വളരെ കുറവാണ്. അതുപോലെ അതെടുക്കുന്ന റാം സ്പേസും വളരെ കുറവാണ്. അത് നിങ്ങളുടെ ഫോണിൽ അതായത് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫീച്ചേഴ്സുകൾ കൂടുതലുള്ള ഇത്തരം ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അവരുടെ ലൈറ്റ് വേർഷനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആയിരിക്കും. ഇത്തരം റാം കുറഞ്ഞ ഫോണുകൾക്കും ഇന്റർണൽ മെമ്മറി കുറഞ്ഞ ഫോണുകൾക്കും ലോഡിംഗ് കപ്പാസിറ്റി, അതായത് നമ്മുടെ പ്രോസസ്സറിന്റെ സ്പീഡ് കുറഞ്ഞ ഫോണുകൾക്കും ഇതൊരു വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ പ്രോബ്ലംസുകൾ ഏകദേശം സോൾവ് ചെയ്യേണ്ടതേ ഉള്ളൂ. അതായത് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ്, സ്പീഡ്, പെർഫോമൻസ് ഇവയിലുണ്ടാവുന്ന പ്രോബ്ലംസുകൾ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.